إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അഷ്റാത്തു സ്സാഅ അഥവാ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ പറഞ്ഞു വന്നത്. എന്നാൽ ഇസ്ലാമിക മന്ത്രാലയത്തിൻ്റെ ഖുതുബകൾ പറയേണ്ടതുള്ളതുകൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഖുതുബയിൽ പ്രതിപാദിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അനവധി നിഅമത്തുകൾ അവന് നൽകിയിട്ടുണ്ട്. قال الله عز وجل وإن تعدوا نعمة الله لا تحصوها. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ലാ തുഹ്സൂഹ, നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നായി എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ലാ തുഹ്സൂഹ, അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അങ്ങനെ റബ്ബ് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഒരു മനുഷ്യന് നിഅമത്തുൽ മഅ്വ വൽ മസ്കൻ, അവൻ അന്തിയുറങ്ങുന്ന വീട്, ഭവനം, അല്ലെങ്കിൽ അവനെ നിർഭയത്തോടുകൂടി ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു ഇടം അവനുണ്ട് എന്നുള്ളത്. ഖാല അല്ലാഹു അസ്സ വജൽ വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭവനങ്ങളും ആ ഭവനങ്ങളിൽ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി ഉറങ്ങുവാൻ ഭവനങ്ങൾ നൽകിയിരിക്കുന്നു, വീട് നൽകിയിരിക്കുന്നു. ഒരു മനുഷ്യന് ജീവിതത്തിൽ സമാധാനത്തോടുകൂടി നിർഭയനായി രാത്രി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾ ജീവിച്ചിരുന്ന വീടുകളും ഇന്ന് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഖുതുബകളിൽ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഇസ്തിഫാദത്തുൽ മാൽ, സമ്പത്തിന്റെ ആധിക്യവും ആളുകളുടെ സൗകര്യങ്ങളിലുള്ള വർധനവും ഒക്കെ വല്ലാതെ ഉണ്ടാകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻ സആദത്തിൽ മുസ്ലിം അൽ മസ്കനുൽ വാസിഅ വൽ ജാറുസ് സാലിഹ് വൽ മർകബുൽ ഹനി. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽപ്പെട്ടതാണ്, അള്ളാഹു അവന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ഒന്ന്, അവന് വസിക്കുവാൻ സാധിക്കുന്ന വിശാലമായ ഒരു ഭവനം, അതുപോലെ തന്നെ നല്ല ഒരു അയൽവാസി, അവൻ സഞ്ചരിക്കുന്ന നല്ല ഒരു വാഹനം. ഇതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളിലെ ഒരു വലിയ സന്തോഷമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല വാഹനത്തിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയും ഒരു നല്ല ഭവനത്തിൽ അയാൾക്ക് താമസിക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല അയൽപ്പക്കക്കാർ അയാൾക്കുണ്ടാകുകയും ചെയ്താൽ അത് റബ്ബ് നൽകിയ വലിയ അനുഗ്രഹമാണെന്നും അയാൾ എപ്പോഴും പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. ഒരാൾ തന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹു നൽകിയ നിഅമത്തിനെ കുറിച്ച് ഓർക്കണം. അയാൾ ആ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അള്ളാഹുവിന്റെ ആ നിഅമത്തിനെ കുറിച്ചുള്ള ബോധം അയാൾക്കുണ്ടാകണം. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ് അയാൾ പുറത്തേക്ക് പോകേണ്ടത്. ആ വീട്ടിൽ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും അയാൾ സ്മരിക്കുകയും ചെയ്യണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ബൈത്തില്ലദീ യുസ്കറു ഫീഹില്ലാഹ് വൽ ബൈത്തില്ലദീ ലാ യുസ്കർ. ഒരു വീട്, ആ വീട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുകയും സ്മരിക്കാതിരിക്കുകയും ചെയ്യുന്നത്, ആ സ്മരിക്കുന്ന ഭവനം ഒരു നല്ല ഭവനവും, എന്നാൽ ആ സ്മരിക്കാത്ത ഭവനം എന്ന് പറയുന്നത് കൽ ബൈത്തിൽ ഖരിബ്, അത് താമസിക്കാൻ കൊള്ളാത്തൊരു വീട് പോലെയുമാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുകയും അള്ളാഹുവിനെ കുറിച്ച് പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ വസിക്കുന്ന നല്ലൊരു ഭവനമായി മാറണം. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് സംഗീതങ്ങളും സിനിമകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളൊക്കെ വീടുകളിൽ നിന്ന് ഒഴിവാക്കുകയും എന്നാൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന നല്ല ഭവനമായി ഓരോ വീടുകളും മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരമുള്ള ഒരു ഭവനമായിരിക്കാനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഹദീസുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇജ്അലൂ ഫീ ബുയൂതികും മിൻ സ്വലാത്തികും നസീബ. ഒരാളെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ വെച്ച് ഫർളായ നമസ്കാരങ്ങളിൽ മസാജിദുകളിൽ വെച്ചാണ് അയാൾ നിർവഹിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സുന്നത്ത് നമസ്കാരങ്ങളിൽ, ആ സുന്നത്ത് നമസ്കാരങ്ങൾ നിങ്ങൾ വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നതാണ് അഫ്ളൽ, ശ്രേഷ്ഠമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തജ്അലൂഹാ മഖാബിർ. നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ മഖ്ബറകളെ പോലെ ആക്കി തീർക്കരുത്. ആ വീടുകളിൽ അള്ളാഹുവിനെ സ്മരിക്കപ്പെടണം. മരിച്ച ആളുകൾ, ജീവനില്ലാത്ത ആളുകൾ കഴിയുന്ന മഖ്ബറകളെ പോലെ നിങ്ങളുടെ വീടായി മാറരുത്. അള്ളാഹുവിനെ സ്മരിക്കുന്ന, പടച്ചറബിനെ ഓർക്കുന്ന, അവന്റെ വിധിവിലക്കുകൾ പാലിക്കപ്പെടുന്ന ഒരു നല്ല ഭവനമായി നിങ്ങളുടെ ഭവനം മാറണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും തന്റെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ നാറൻ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെ തൊട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ആ നരകത്തിന് കാവൽ നിൽക്കുന്നത് കാരുണ്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഖിലാബുൻ ഷിദാദ്, പരുഷമായി പെരുമാറുന്ന, അങ്ങേയറ്റം കഠിനമായി പെരുമാറുന്ന, അള്ളാഹു എന്തൊരു കാര്യം അവരോട് കൽപ്പിച്ചുവോ അവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിൽ നിന്ന് മാറി ചിന്തിക്കാത്ത മലക്കുകൾ കാവലിരിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ സ്വന്തത്തെയും കുടുംബത്തെയും കാത്തു സൂക്ഷിക്കണേ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി
മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫീരിഹാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഈ ഹദീസ്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി. രാവിലെ പ്രത്യേകിച്ച് ഭവനമില്ലാത്ത, വീടില്ലാത്ത, ഉറങ്ങുന്ന തെരുവിലും മറ്റൊക്കെ ഉറങ്ങുന്ന ആളുകൾ അല്ലേ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെത്ര പ്രയാസപ്പെട്ടാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. എന്നാൽ അതൊന്നും ഭയപ്പെടാനില്ലാതെ സുരക്ഷിതമായ ഒരു ഇടത്തു നിന്ന് രാവിലെ എഴുന്നേൽക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ആഫിയത്തുണ്ട്, ആരോഗ്യമുണ്ട്. തന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനും എഴുന്നേറ്റ് നടക്കുവാനും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുവാനും പോകുവാനും സാധിക്കുന്ന ആഫിയത്തുണ്ട്. അന്ന് തിരിച്ചു വീട്ടിലേക്ക് ചെന്നാൽ ഭക്ഷിക്കാനും കഴിക്കാനുള്ള ഭക്ഷണവും അവന്റെ കയ്യിലുണ്ട്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി. അന്നേ ദിവസം ഭക്ഷിക്കാനുള്ള ഭക്ഷണവും അവന്റെ കയ്യിലുണ്ട് എങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫീരിഹാ. നീയാണ് ഭൂമിയിൽ ഏറ്റവും ഭാഗ്യവാൻ. എല്ലാം നിനക്ക് ലഭിച്ചവനെ പോലെ, ദുനിയാവ് മൊത്തം കിട്ടിയവനെ പോലെ ഭാഗ്യമുള്ളവനാണ് നീ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. എന്റെ പക്കൽ നിന്ന് യാതൊരു അർത്ഥത്തിലുമുള്ള ശക്തിയില്ലാതെ എനിക്ക് ഭക്ഷണം നൽകിയവൻ, പാനീയം നൽകിയവൻ. അങ്ങനെ അതുപോലെ തന്നെ വകഫാനി, എനിക്ക് മതിയായി നൽകിയവൻ, വആവാനി, എനിക്ക് സുരക്ഷിതമായൊരു സങ്കേതം, ഇടം നൽകിയവൻ. അതിനുശേഷം പറയുന്നത് ഫകം മിൻ വാഹിദിൻ ലാ കാഫിയ ലഹു. എത്രയെത്ര മനുഷ്യന്മാരാണ് അവർക്ക് മതിയായത് നൽകാൻ ആരുമില്ലാത്തവർ. വലാ മുഅ്വിയ ലഹു, അവർക്ക് വസിക്കാൻ ഒരു നല്ല സുരക്ഷിതമായ സങ്കേതമില്ലാത്ത എത്രയെത്ര മനുഷ്യന്മാരുണ്ട്. അവിടെ എത്ര വലിയ നിഅമത്താണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് അന്തിയിൽ സമാധാനത്തോടു കൂടി ഉറങ്ങുമ്പോൾ ഓരോ മനുഷ്യനും ചിന്തിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തുകൾ മനസ്സിലാക്കി ശുക്ർ ചെയ്യുന്ന ആളുകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ നബിയിനാ വഖുദ്വത്തിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ, ഉസീകും ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്. നമ്മളിപ്പോഴുള്ളത് റജബ് മാസത്തിലാണ്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു സൃഷ്ടിച്ച മാസങ്ങൾ 12 മാസങ്ങളാണ്. അതിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്രമാണ്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ആ മാസങ്ങളിൽ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കരുത്. തെറ്റുകൾ അങ്ങേയറ്റം ഗുരുതരമായ മാസമാണ് 4 പവിത്രമാക്കപ്പെട്ട മാസം. അതിലൊന്നാണ് റജബ് മാസം. എന്നാൽ മഹാനായി ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുള്ള പറഞ്ഞു, റജബ് മാസത്തിൽ പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായൊരു നിസ്കാരമോ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാ മാസങ്ങളിലും ഉള്ളതുപോലെയുള്ള സുന്നത്തുകൾ തന്നെയാണ് റജബ് മാസത്തിലും ഉള്ളൂ. എന്നാൽ ചില ആളുകൾ അങ്ങനെയൊക്കെ പലതും പ്രചരിപ്പിക്കാറുണ്ട്. റജബ് മാസത്തിൽ സാധാരണ എല്ലാ മാസത്തിലുള്ള സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നമസ്കാരങ്ങളും ഒക്കെ റജബ് മാസത്തിലുണ്ട്. അല്ലാതെ പ്രത്യേകമായി റജബ് മാസത്തിനെന്നോണം ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ പവിത്രമാക്കപ്പെട്ട മുഹറമാക്കപ്പെട്ട മാസം എന്നതുകൊണ്ട് അമലുകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതും തെറ്റുകൾക്ക് കൂടുതൽ ഗൗരവമുള്ളതുമായ മാസമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.